നീ കാണിച്ചത് ശുദ്ധ മണ്ടത്തരമാണ് രാജമ്മേ. അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ട ഈ സമയത്ത് അവനെ ബോർഡിങ്ങിലാക്കിയത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ ഇങ്ങനെ സുഖമില്ലാതിരിക്കുമ്പോ ഞാൻ നിങ്ങളുടെ കാര്യം നോക്കാൻ പോവോ അതോ അവന്റെ കാര്യം നോക്കാൻ പോവോ? ഇതാവുമ്പോ അവന്റെ പഠിപ്പ് നടക്കൂല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി കാണുകയും ചെയ്യാം. നിന്റെ ആ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല, നിനക്ക് ഉറപ്പല്ലേ? അതുകൊണ്ട് എത്രയും വേഗം നീ എന്റെ മോനെ ഇവിടേക്ക് കൊണ്ടുപോവാ. അച്ഛാ അല്ല, അളിയനിത് എവിടെയായിരുന്നു? അളിയനോ? എന്റെ കാര്യം തന്റെ പുന്നാര പെങ്ങളോട് ഞാൻ പറയുമായിരുന്നു. ഇത് തന്നെയല്ലേ എന്റെ അച്ഛൻ? അച്ഛൻ ഇത് തന്നെ. പക്ഷെ താൻ അളിയനോ കൊച്ചച്ഛനോ ചെറിയച്ഛനോ ഒക്കെ ആയി ഇപ്പൊ അദ്ദേഹത്തിന് തോന്നിന്ന് വരും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതെല്ലാം താൻ മറന്നുപോയോ? അതല്ല ഡോക്ടർ, സ്വന്തം മകനെ കയറി അളിയാന്നൊക്കെ വിളിക്കാന്ന് വെച്ചാ അതൊരു തെറിയൊന്നും അല്ലല്ലോ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ താനിപ്പോ അളിയനായേ പറ്റൂ. പൂർവകാലം വഴിപാട് പിന്നെ താൻ നല്ല ആളാ. ഇത്തരം ഒരു ഏടാകൂടത്തിൽ എന്നെ കൊണ്ട് ചാടിച്ചിട്ട് അങ്ങ് മുങ്ങിക്കളഞ്ഞു അല്ലേ? ഇനി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തു തീർക്കാനുള്ളത് തനിക്ക് വല്ല നിശ്ചയമുണ്ടോ? ഡോക്ടർ താനെന്താ പൊട്ടം കളിക്ക? എടോ, നമ്മള് പിടിക്കാൻ പോണ പടത്തിലെ നായകൻ കണ്ട അണ്ടനോ അടകോടനോ ആണെങ്കിലോ ഓക്കെ. ഇതേ ജയന, മലയാളത്തിലെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ. അത് മറക്കണ്ട. ഈശ്വര, മുഴുവൻ പോയിരിക്കുകയാണല്ലേ ഡോക്ടർ? എന്താ താനൊന്നും മിണ്ടാത്തത്? അളിയൻ പറഞ്ഞാ മതി, ഞാൻ എന്ത് വേണമെങ്കിലും മിണ്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കൂടുതൽ സംസാരിക്കാനും ചിന്തിക്കാനും ഒന്നും നിൽക്കാതെ സാർ റെസ്റ്റ് എടുക്കണം. അതാണിപ്പോ വേണ്ടത്. അപ്പൊ എന്നെ കരിങ്കല്ലോ? കരിങ്കല്ലോ? എന്റെ ആങ്ങളെല്ലാം മറന്നോ? എടോ, നടരാജ ഫിലിംസിന്റെ പടത്തിന്റെ കാര്യം സാറ് തുടങ്ങാൻ തീരുമാനിച്ച ജയൻ ചിത്രം ഉടനെ തുടങ്ങണം. അതല്ലേ സാറിന്റെ ഇപ്പോഴത്തെ ആവശ്യം? അതെ, അതിന് ക്യാമറ ബുക്ക് ചെയ്യണ്ടേ, ഡയറക്ടറെ കണ്ടുപിടിക്കണ്ടേ, കഥ തീരുമാനിക്കണ്ടേ, അഡ്വാൻസ് കൊടുത്ത് ജയന്റെ ഡേറ്റ് ബ്ലോക്ക് ചെയ്താണെന്ന് മറക്കണ്ട. സാറ് ധൈര്യമായിരിക്കെ. ഈ നിമിഷം മുതൽ എല്ലാവരും അതിനുള്ള ഓട്ടം തുടങ്ങാൻ പോവുകയാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കണോ? അതെ അച്ഛാ. അല്ല, അളിയൻ എല്ലാം ഉടനെ റെഡിയാക്കാം. അളിയൻ ഇങ്ങനെ ഇവിടെ വെറുതെ ഇരുന്ന് തന്നാ മതി. എല്ലാത്തിനും ഞാൻ മുന്നിലുണ്ട്. തന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. ഞാനും ഉണ്ടാവും, എന്തിനും ഏതിനും തന്റെ കൂടെ. ഓക്കെ. ചായ റെഡി. ചിറ്റപ്പ തെറ്റിപ്പോയി മോനെ. ഇപ്പുറത്തെ റൂമാണെന്ന് കയറി ഞാൻ അപ്പുറത്തേന്ന് കയറി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പുറത്തെ റൂമാണ് അപ്പുറത്തല്ലെന്ന്. ഉടനെ ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് വന്നു. ഇച്ചപ്പാന്ന് വിളിച്ച എന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടരുത് മകനെ. ഇന്ന് മുതൽ ഒരു നിഴല് പോലെ എന്റെ അളിയന്റെ കൂടെ താനും ഉണ്ടാവണം. ഉണ്ട്. ഇനി എന്റെ മുന്നിൽ കരിങ്കല്ല് മാത്രമേ കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് ജയന് അഡ്വാൻസ് കൊടുത്ത് കഴിഞ്ഞാണല്ലോ അച്ഛന് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. എന്നാ ഇപ്പോൾ അതിനുശേഷമുള്ള 20 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിലില്ല. അതുകൊണ്ട് അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ ജയൻ അഭിനയിക്കുന്ന കരിങ്കലിന്റെ ഷൂട്ടിംഗ് നമുക്കുടൻ ആരംഭിക്കണം. ഓക്കേ? ഈശ്വര, ഇനി എന്തൊക്കെയാ കാണാനും കേൾക്കാനും പോകുന്നെന്ന് ആലോചിക്കുമ്പോ എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തൽക്കാലം അമ്മ ഒന്നും ആലോചിക്കണ്ട. കൂടുതൽ ആലോചിച്ച് അച്ഛന്റെ അവസ്ഥ അമ്മയ്ക്കും വരാതെ നോക്കിയാൽ മതി. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അത്യന്തം ധീരമായ ഒരു പരീക്ഷണത്തിനാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. പോയ കാലത്തെ പുനഃസൃഷ്ടിച്ച് രോഗിയെ കുറേശ്ശെ വർത്തമാനകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് ഡോക്ടർ ശ്രമിക്കുന്നത്. ഇതിൽ അമ്മയുടെ സഹകരണവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഉണ്ടാവും. എന്റെ മനസ്സും പ്രാർത്ഥനയും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അളിയാന്ന് വിളിക്കുന്ന നാവുകൊണ്ട് അച്ഛൻ എന്നെ മകനെന്ന് വിളിക്കുന്ന എനിക്ക് കേൾക്കണം. ഈശ്വര. തൽക്കാലം അളിയന്റെ അടുത്തേക്കല്ലേ, അല്ല അച്ഛന്റെ അടുത്തേക്കല്ലേ കൺഫ്യൂഷൻ. എന്നാലും എന്റെ മോനെ, ഈ 10-20 വർഷം മുമ്പ് മരിച്ചുപോയ ജയനെ കൊണ്ടുവരും. അമ്മയെ കൊണ്ടുവരും. ഇനിയിപ്പോ എന്റെ അച്ഛന് വേണ്ടി മരിച്ചുപോയ എല്ലാ ആത്മാക്കളെ വേണമെന്ന് വെച്ചാലും ഈ രാമദാസ് കൊണ്ടുവരും. ഹലോ, എന്തൊക്കെയുണ്ട് നടേശൻ മുതലാളി? ഇരിക്കൂ. താങ്ക് യു. അല്ല, മറന്നുപോയെങ്കിൽ കരിങ്കലിന്റെ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താമെന്ന് കരുതി വന്നതാ. അഡ്വാൻസ് തന്നു പോയതിനു ശേഷം നിങ്ങളെ കാണാതായപ്പോൾ ആ പണം എങ്ങനെ മടക്കി തരുമെന്ന ഉത്കണ്ഠയിലായിരുന്നു ഞാൻ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ കരിങ്കൽ ഉടനെ തുടങ്ങാമായിരുന്നു, അല്ലേ അളിയ? പിന്നല്ലാതെ. ആയിക്കോട്ടെ, ഈ ഇടിവെട്ടിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നമുക്ക് കരിങ്കലിന്റെ പണി തുടങ്ങാം. എന്താ? എല്ലാം സാറിന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നില്ല. അത് വേണ്ട.
അഭിനയം മാത്രം ഞാൻ നോക്കാം, ബാക്കിയെല്ലാം നിങ്ങൾ നോക്കണം. അത് പിന്നെ പറയാനുണ്ടോ? അറിയാം. ഏയ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതല്ല പിന്നെ എന്താണ് അച്ഛനും മകനും തമ്മിൽ ഒരു സ്വകാര്യം? ഏ? അല്ല, അളിയനും അളിയനും. അല്ല, ജയൻ സാറ് അന്ന് കണ്ടവരും കുറച്ചു വണ്ണം കൂടിയിട്ടില്ല എന്ന് പറയാനല്ലേ? വണ്ണമല്ല സാർ, ഇത് നീർക്കെട്ടാണ്. ആനയുമായുള്ള മൽപ്പിടുത്തത്തിൽ അവിടെ ഇവിടെയും തുമ്പിക്കൈ മുട്ടിയതാണ്. കരിങ്കല്ല അതോർത്ത് ജയൻ സാർ വിഷമിക്കണ്ട. അവിടെ ആകെ ഉള്ളത് 4 പുലി 5 മുതലയാ. എന്തു പറ്റി? ഓക്കെ, ഇടിവെട്ടി കഴിഞ്ഞാൽ കരിങ്കല്ലോക്കെ. ആരാ? വാതിൽ തുറക്കടാ. തുറക്കാൻ. അടുക്കരുത്. ഇതെന്താ, നിനക്ക് ജയന്റെ പ്രേതം കയറിയോ? ഓ, ഞാൻ കരുതി നിന്റെ അച്ഛനായിരിക്കുമെന്ന്. ഇവൻ നീ എന്താ എന്നെ കാണണമെന്ന് ആളെ വിട്ടത്? ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏത് സമയത്താണാവോ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ നല്ലവനായ മനുഷ്യനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനുകരിക്കുന്നത്. എങ്ങനെ? ഇതിപ്പോൾ മരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. സെബാസ്റ്റ്യ, അല്ല, മരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ വേഷം കെട്ടിയെന്ന് മനസ്സിലായപ്പോ എനിക്കിന്ന് വീട്ടിൽ പോണം. ഈ സമയത്തോ? അത് സാരമില്ല, ഈ സമയത്ത് പോയാലും സന്ധിക്കുമ്പോ എനിക്ക് വീട്ടിലെത്താം. എന്തോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വീട്ടിൽ പോണം, അവിടെ പോണം, ഇവിടെ പോണം. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. അതിനൊന്നും വേണ്ടിയല്ല പറയുന്ന കാശ് എണ്ണി തന്ന് നിന്നെ ഇവിടെ ജയനായിട്ട് പ്രതിഷ്ഠിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ മരിക്കുന്നതിന് മുൻപ് എനിക്ക് എന്റെ വീട്ടുകാരെ ഒന്ന് കാണണം. അതെന്റെ വലിയൊരു ആഗ്രഹമാണ്. മരിക്കാനോ? പിന്നല്ലാതെ, നിങ്ങളുടെ അച്ഛൻ പറയുന്ന മാതിരി ഈ കണ്ട പുലിയും ആനയും കടുവയും ഒക്കെ ആയിട്ട് അഭിനയിച്ചു കഴിയുമ്പോ എന്റെ കാര്യം കട്ട പോകുകയാ. എന്റെ പൊന്ന് സെബാസ്റ്റ്യ, ഇതൊക്കെ വെറും അഭിനയമാ. അതെനിക്കറിയാം, പക്ഷെ കൊണ്ടുവരുന്ന മൃഗങ്ങൾക്കറിയില്ലല്ലോ. സെബാസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത്? സെബാസ്റ്റിന്റെ അച്ഛനാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ സെബാസ്റ്റ്യൻ എന്ത് ചെയ്യും? ഞാൻ കുറച്ച് ഉറക്കഗുളിക സംഘടിപ്പിക്കും. എന്ത്? സ്വന്തം അച്ഛൻ ഉറക്കുളി കൊടുത്ത് കൊല്ലാൻ നോക്കുന്നു? നീ ഇത്രയ്ക്ക് നീചനാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. അച്ഛനെ കൊല്ലാനല്ല ബൈ. 2-3 എടുത്ത് കഴിച്ച് ഇതൊന്നും കടതെ കണ്ണും പൊട്ടിക്കിടന്നുറങ്ങാൻ. ആ, പേടിച്ചു അല്ലേ? മാറാൻ കൈ. എന്റെ ഈശ്വര,